നമസ്കാരം. ടോപ്പ് ക്ലാസ്സസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടോപ്പ് ക്ലാസ്സസ് ട്രിവാൻഡ്രം ജീവൻ ടി വിയുമായി സഹകരിച്ച് നടത്തുന്ന ഈ സാറ്റലൈറ്റ് സംപ്രേഷണത്തിൽ നിങ്ങൾക്ക് നീറ്റ് JEE തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ ടോപ്പ് ക്ലാസ്സസിൻ്റെ ഓൺലൈൻ ലേണിംഗ് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഓൺലൈൻ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ www.topclasses.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കേണ്ടതാണ്. ആ വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ ലിങ്കും അതിനകത്ത് കിട്ടും. ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന JEE നീറ്റ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ വിഷയങ്ങൾ, അതായത് മാത്തമാറ്റിക്സ്, JEEക്ക് വേണ്ടിയുള്ള മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളും അതുപോലെ നീറ്റിന് വേണ്ടിയുള്ള സുവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളുടെയും 2 ലക്ഷത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്ത് പരിശീലിക്കാൻ കഴിയും. ഈ പരിശീലനത്തിന് അത് പ്രാക്ടീസ് മോഡ്യൂളുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഉള്ള മോഡ്യൂളിൽ നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ അത്രയും നിങ്ങൾക്ക് ഉത്തരം അതിൽ ചെയ്യാൻ പറ്റും. ആ ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പരിശോധിക്കാം. പരിശോധിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് അന്നേരം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ആ ചോദ്യത്തിൻ്റെ വ്യക്തമായ വിശദമായ സൊല്യൂഷൻസ് അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷൻ നോക്കി ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നോട്ടുകൾ ഈ ഞങ്ങളുടെ ആപ്പിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് വായിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററിലും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം തന്നെ ആപ്പിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നോക്കി പരിശീലിക്കാവുന്നതാണ്. ഏത് തരത്തിൽ നോക്കിയാലും നമ്മൾ ഒരു സെൻറ്ററിൽ പോയി പരിശീലനം നടത്തുന്നതിൽ ഏറ്റവും മികച്ച രീതിയിലാണ് ഞങ്ങളുടെ ഓൺലൈൻ ലേണിംഗ് ആപ്പ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കൊറോണ കാലത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ JEEക്കും നീറ്റിനും ഉന്നത റാങ്ക് കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ ഈ ആപ്പിലൂടെ സഹായകമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങളുടെ ക്ലാസ്സുകൾ ജീവൻ TVയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞായറാഴ്ച, ശനി, ഞായർ ഉൾപ്പെടെ വരുന്നുണ്ട്. ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ തുടങ്ങി, കുറേ ക്ലാസ്സുകളായി കഴിഞ്ഞു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നൽകുന്ന ചെറിയ അറിവുകൾ, ഇവിടെ പൂർണ്ണമായ ഒരു ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അത് പൂർണ്ണമായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഓൺലൈൻ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തു വന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ക്ലാസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കെമിസ്ട്രി സംബന്ധിച്ച് പറഞ്ഞത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള കാര്യമായിരുന്നു. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഒരു വിശദമായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് നമുക്കുണ്ടാകുന്നത് എലമെൻറ്റ്സ് ആണ്, അല്ലേ? എന്താണ് ഒരു എലമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം, അല്ലേ? നമ്മുടെ ഒരു സാറ് കൊച്ചു ക്ലാസ്സിലായിരുന്നപ്പോൾ പഠിപ്പിച്ച ഓർമ്മയുണ്ട്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റയിനം പരമാണുവിനാൽ നിർമ്മിതമായ പദാർത്ഥമാണ് മൂലകം. അങ്ങനെ പഠിച്ചാൽ എന്ത് എളുപ്പമാണ്. എന്താണ് മൂലകം, എലമെൻ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒരൊറ്റയിനം പരമാണുവിനാൽ, ഒരേ തരത്തിൽപ്പെട്ട ആറ്റം കൊണ്ട് നിർമ്മിച്ചവയാണ് മൂലകം, എലമെൻ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മൂലകത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം കെമിസ്ട്രിയുടെ ബേസിക് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ആണ്, അല്ലേ? മാത്തമാറ്റിക്സിന് നമ്മൾ നമ്പേഴ്സ് ബേസ് എന്ന് പറയുന്നത് പോലെ കെമിസ്ട്രിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സിനെ പരിചയപ്പെടാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ എലമെൻറ്റ്സിനെ എങ്ങനെ പരിചയപ്പെടാം? എലമെൻറ്റ്സിനെ പരിചയപ്പെടേണ്ടത് അതിന് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ എന്ന്. പീരിയോഡിക് ടേബിളിനെ പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ എലമെൻറ്റ്സിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റൂ. ആ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസുമുണ്ട്. എലമെൻറ്റ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ബേസിക് അറിവുകളായ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ എന്നിവയൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം.
അതുകൂടാതെ അതിൻ്റെ സിമ്പിൾസ്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നിവയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് ഓരോ എലമെൻറ്റിൻ്റെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നത്. ആ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്തൊരു ഗ്രൂപ്പായിട്ട് പഠിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഗ്രൂപ്പായിട്ടുള്ള പഠനമൊക്കെ ഇതിനെ മൊത്തത്തിൽ നമ്മൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ 3ാമത്തെ ചാപ്റ്ററിൽ വിശദമായി പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനും അതിനകത്തുള്ള പ്രോപ്പർട്ടിയുടെ പീരിയോഡിസിറ്റി, ആവർത്തനം, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന കാര്യമാണ് ആ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന ചില ഭാഗങ്ങൾ നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് തുടങ്ങുന്നത് 1800-കളിലാണ്. നമുക്കറിയാം 1800-കളിലാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് തുടങ്ങുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രിയുടെ സ്റ്റാർട്ടിങ് തന്നെ അവിടെ നിന്നാണ് നമുക്ക് പറയാം. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ എലമെൻറ്റ്സും അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. 1800 നമ്മളവിടെ ആദ്യം നമ്മൾ പറയുന്നത് 1800-ൽ 31 എലമെൻറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. 1865 ആയപ്പോഴത്തേക്കും അത് 63 എലമെൻറ്റ്സ് ആയിട്ട് മാറി. അവിടെ ഏർലി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളവിടെ എലമെൻറ്റ്സിനെ നമ്മൾ പഞ്ചഭൂതങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ നോക്കിയ ഭാരതീയ സംസ്കാരം നോക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മളവിടെ പറയുന്നില്ല. ഇവിടെ ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ കാര്യം ഓർക്കുന്നത് ഡെബ്രൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെയാണ്. അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത് ട്രയാഡ്സ് ആയിട്ടാണ്. ത്രികങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ്സിനെ നിരത്തി എഴുതി കഴിഞ്ഞാൽ അതിൽ 1ാമത്തെയും 3ാമത്തെയും എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിൻ്റെ ശരാശരിയാണ് 2ാമത്തെ എലമെൻറ്റ് അറ്റോമിക് മാസ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അറ്റോമിക് മാസിനെ കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ്. അതൊക്കെ അങ്ങനെ ശരിയായിരുന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ കുറച്ച് എലമെൻറ്റ്സിന് മാത്രമേ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഡൊബറൈനറുടെ ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ന്യൂലാൻഡ്സ് 1865-ൽ ന്യൂലാൻഡ്സ് ഒരു തിയറിയുമായിട്ട് വന്നു. അതിൻ്റെ പേരാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും. ലോ ഓഫ് ഒക്ടേവ്സ് 1865 ന്യൂലാൻഡ്സ് ആണ് കൊണ്ടുവന്നത്. ന്യൂലാൻഡ്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്താണ് നമ്മുടെ ഒക്ടേവ്സ്, സംഗീതത്തിലെ സരിഗമ പദനിസ എന്ന് പറയുന്ന കണക്ക് ഓരോ 8ാമത് വരുന്ന മൂലകവും എവരി 8th എലമെൻറ്റ് is the repetition of the first in its physical and chemical properties. ഓരോ 8ാമത് വരുന്ന എലമെൻറ്റും അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ 1ാമത്തേൻ്റെ റിപ്പീറ്റേഷൻ ആണെന്നാണ് ന്യൂലാൻഡ്സ് പറഞ്ഞത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും. ഇത് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ആ ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ പേരിൽ നമുക്ക് നടത്തിയുണ്ടായി. അത് കഴിഞ്ഞ് നമുക്കുള്ളത് ലോതർ മേയർ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. 1869-ലാണ് ലോതർ മേയറിനെ നമ്മൾ ഓർക്കുന്നത് അറ്റോമിക് വോളിയം കർവ് എന്നുള്ള ഒരു കാര്യത്തിലാണ്. അറ്റോമിക് വോളിയം കർവിലൂടെ നമ്മുടെ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തതാണ് ലോതർ മേയർ എന്ന് പറയുന്നത്. പക്ഷേ അതൊരു അതിനകത്തും ആ കർവിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു പേര് നിങ്ങൾ ഓർത്തിരിക്കണം, ലോതർ മേയർ അറ്റോമിക് വോളിയം കർവ്. പിന്നെയാണ് നമ്മുടെ അന്നത്തെ കാലത്തെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ 1869-ൽ ഡിമിട്രി ഇവാനിയോവിച്ച് മെൻഡലീവ് നടത്തിയത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ സ്കൂളിലൊക്കെ കഴിഞ്ഞ വർഷം 2019-ൽ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ 150-ാം വാർഷികം ആചരിക്കുകയായിരുന്നു. അത് ആഘോഷിക്കുകയായിരുന്നു. IUPAC എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്ന IUPAC ഈ 150-ാം വാർഷികം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ ആഘോഷിക്കുകയുണ്ടായി. നമ്മുടെ സ്കൂളുകളിലെ പ്രത്യേകിച്ച് ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മാഗസിൻ ഉൾപ്പെടെയുള്ളത് പല കാര്യങ്ങളുടെയും അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ IYP ആയിരുന്നു. 150 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് മെൻഡലീവ് ആദ്യമായിട്ട് 63 എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ 7 പീരീഡുകളും 8 ഗ്രൂപ്പുകളുമായിട്ടാണ് നമ്മുടെ മെൻഡലീവ് ക്ലാസിഫൈ ചെയ്തത്. അന്നുണ്ടായിരുന്ന 63 മൂലകങ്ങളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. പിന്നെ ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം 2 ഏക അലുമിനിയം ആൻഡ് ഏക സിലിക്കൺ എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് ഇനി ഭാവിയിൽ കണ്ടുപിടിക്കും, അതിൻ്റെ പൊസിഷൻ കൂടെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതിലൊരു മൂലകത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രവചനം വളരെ സത്യസന്ധമായ, വളരെ നമ്മളെ ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് സത്യമാകുകയും ചെയ്ത പ്രവചനം. ഗാലിയം എന്ന് പറയുന്നൊരു മൂലകം പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. തൻ്റെ ഉള്ളം കൈയിൽ വെച്ചാൽ ഉരുകിപ്പോകുന്നൊരു മൂലകമാണ് ഇവിടെ ഇരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയായിരുന്നു. ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 28 ഡിഗ്രിയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രിയാണ്. നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഗാലിയം ഉരുകിപ്പോകുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവിൽ ഗാലിയം ഉരുകിപ്പോകുന്ന അവസ്ഥയിലാണ്
എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയത്. ഇതൊക്കെ നമ്മൾ തിയറി ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു. അത് ചിലയിടത്തൊക്കെ അദ്ദേഹത്തിന് പാലിക്കാൻ പറ്റിയില്ല. അതുകൂടാതെ വളരെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസ്, അതിൻ്റെ കൂടെ വളരെ നോൺ റിയാക്റ്റീവായ ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയ മെറ്റൽസിനെ അദ്ദേഹം ഉൾപ്പെടുത്തി. അപ്പോൾ അത് ഒരു കൃത്യമായിട്ടുള്ളൊരു വർഗീകരണം, ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല. അപ്പോൾ അവിടെ മോസ്ലി 1912 1912 മോസ്ലി പുതിയൊരു തിയറി കൊണ്ടുവന്നു. അതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് അറ്റോമിക് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ, അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ മോഡേൺ പീരിയോഡിക് ലോ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കരുത്. ഇന്നത്തെ പീരിയോഡിക് ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ്. അല്ലെങ്കിൽ അതിനെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ വേറൊരു പേരോട് വിളിക്കും, ബോർ ടേബിൾ എന്ന് വിളിക്കും. ബോർ ടേബിൾ എന്ന് വിളിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ അനുസരിച്ചാണ് ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോർ ടേബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പേരുകൾ ഓർത്തിരുന്നോണം. ബോർ ടേബിൾ, അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ, അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ. അവിടെയും നമ്മൾ നിലവിലൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സ്ഥാനം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണും, അത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത്. ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൽക്കലി മെറ്റൽസിൻ്റെ കൂടാണ് ഇരിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ യഥാർത്ഥ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ അറിയാം അതവിടെ അല്ല. അതിന് ഇച്ചിരി മാറിയായിട്ടാണ് മുകളിലോട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഹൈഡ്രജൻ്റെ സ്ഥാനം ഇതിൻ്റെ നടുക്കാട്ട് ഏകദേശം വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ആ ഹൈഡ്രജൻ്റെ പൊസിഷൻ ഇതുവരെയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഓർബിറ്റലിലെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ടേബിളിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ രണ്ട് ഡിഫക്റ്റുകൾ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇപ്പോഴും ഉണ്ട്. ഇനി എന്താണ് ഈ പീരിയോഡിസിറ്റിക്കുള്ള കാരണം നമ്മൾ നോക്കിയാൽ പീരിയോഡിക് ടേബിളിൻ്റെ ഓരോ പീരീഡിലുമുള്ള 7 പീരീഡുകളാണുള്ളത്. 7 പീരീഡിലുള്ള എലമെൻസിൻ്റെ എണ്ണം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ആ എണ്ണം എത്രയാണെന്ന് നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ പീരീഡിലുള്ളത് 2 ആണ്. രണ്ടാമത്തെ പീരീഡിലുള്ളത് 8 എലമെൻസ് ആണ്. മൂന്നാമത്തെ പീരീഡിലും 8, നാലാമത്തേനകത്ത് 18, അഞ്ചാമത്തേനകത്ത് 18, ആറാമത്തേനകത്ത് 32, ഏഴാമത്തേനകത്ത് 32. ഓക്കെ, 2, 8, 8, 18, 18, 32, 32. ഈ ഓർഡറിലാണ് അതിനകത്ത് പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ്, ഫിഫ്ത്ത് പീരീഡ്, സിക്സ്ത് പീരീഡ്, സെവൻത് പീരീഡ്. അപ്പോൾ 7 പീരീഡിലുള്ള എലമെൻസിൻ്റെ എണ്ണം. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് മാജിക് നമ്പേഴ്സ്. ഈ മാജിക് നമ്പേഴ്സ് യഥാർത്ഥത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പീരിയോഡിക് ടേബിളിൻ്റെ പീരിയോഡിസിറ്റി, ആവർത്തനം എന്ന് പറയുന്നത്. കാര്യം ഇവിടെ തുടങ്ങുന്ന ഹൈഡ്രജൻ, അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ വരുന്ന ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ താഴെ വരുന്നത് പൊട്ടാസ്യമാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ. ആ ഹൈഡ്രജൻ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ ഒന്നാമത്തെ പീരീഡിൽ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഓക്കെ, ഈ ഹൈഡ്രജൻ്റെ നമുക്ക് എക്സെപ്ഷൻ അത് മാറ്റി വെച്ചേക്കാം, കുഴപ്പമില്ല അല്ലേ. 2 എണ്ണം ഉണ്ട്. അത് ഒന്നാമത്തെ പീരീഡ് ഹൈഡ്രജൻ്റെ എക്സെപ്ഷൻ മാറ്റി വയ്ക്കുന്നു. ഈ ലിഥിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും സ്വഭാവം ഒരേ കണക്കാണ്. സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും സ്വഭാവം ഒരേ കണക്കാണ്. അത് ഏകദേശം ഒരേപോലെ വരുന്നുണ്ട് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാജിക് നമ്പേഴ്സ് എന്ന്. മാജിക് നമ്പേഴ്സ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സബ്ഷെൽ ലെവൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മാജിക് നമ്പേഴ്സ് വന്നത് നമുക്കറിയാം. അവിടെ 1s എന്ന് പറയുന്ന ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 1s എന്ന് പറയുന്ന ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ആ മാജിക് നമ്പേഴ്സ് വന്നതെന്നുള്ള വേറൊരു രീതിയിലൂടെ നമുക്ക് പറയാൻ പറ്റും. ഈ 2 എങ്ങനെയാണ് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1s എന്ന് പറയുന്ന ഓർബിറ്റിൽ അവിടെ 2 ഇലക്ട്രോണാണ് പറ്റുന്നത് അല്ലേ. ഇവിടെ രണ്ടാമത്തെ നമുക്കറിയാം 2s എന്ന് പറയുന്നതിനകത്ത് 2, 2p എന്ന് പറയുന്നതിനകത്ത് 6. അപ്പോൾ എന്തായി? 6 2 8 ആയി
അല്ലേ? അടുത്തത് മൂന്നാമത്തെ ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്? 2s 2p അല്ലേ? ഇവിടെ നോക്കേ, ഇവിടെ 18 വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ 1s 2s, ഓക്കെ. ഇവിടെ 1s 2s 2p, അത് കഴിഞ്ഞിട്ട് 3s 3p 3d അല്ലേ? 3s 3p 3d, ഇവിടെ 2, ഇവിടെ 6, 3dയിൽ 10. അപ്പോൾ എത്രയായി? ഇവിടെ 18 ഇലക്ട്രോൺ. ഇതേ കണക്ക് താഴോട്ട് പോകുമ്പോഴാണ് 18, അടുത്തത് 32, അടുത്ത എഫോട് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ 14 വരുമ്പോൾ 32. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് ഇവിടെ 2, 8, 8, 18, 18, 32, 32 എന്നുള്ള ഇലക്ട്രോൺസ് വന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഒരു എളുപ്പത്തിൽ പരിചയപ്പെടാനുള്ള വഴികളാണ് ഇവിടെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒന്ന് അടുത്ത് പരിചയപ്പെട്ടാലേ പറ്റത്തുള്ളൂ. കാര്യം കെമിസ്ട്രിയെ സംബന്ധിക്കുന്ന ഏത് ചോദ്യം, കാരണം നിങ്ങൾക്ക് നീറ്റിനായാലും ജെയിക്കായാലും ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നീറ്റിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇനോർഗാനിക് സെഷനിൽ നിന്നാണ്. ഇനോർഗാനിക് സെഷനിൽ നമുക്ക് ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതുകൂടാതെ നമ്മൾ പഠിക്കുന്നതാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിക്കും, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിക്കും. അതേ കണക്ക് ഈ പറയുന്ന പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ടുകളുടെ മുഴുവൻ പ്രോപ്പർട്ടികളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ, എലമെൻസിൻ്റെ ബേസിക് കാര്യങ്ങൾ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ പീരിയോഡിക് ടേബിളിനെ എളുപ്പത്തിൽ ഒന്ന് പഠിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എലമെൻസിനെ എളുപ്പത്തിലൊന്ന് പഠിക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പം എലമെൻസിനെ എളുപ്പത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 രീതിയിൽ എലമെൻസിനെ പഠിക്കണം. 1 മുതൽ 30 വരെയുള്ള എലമെൻസിനെ പഠിക്കണം. 1 മുതൽ 30 വരെയുള്ള എലമെൻസിനെ എങ്ങനെയാണ് പഠിക്കുന്നത്? പല രീതിയിൽ പഠിക്കാം കേട്ടോ. എലമെൻസിനെ പഠിക്കണമെങ്കിൽ 1 മുതൽ 30 വരെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇങ്ങനെ പറഞ്ഞ് കാണാതെ പഠിച്ച്, നിയോൺ ഇങ്ങനെ പറഞ്ഞ് കാണാതെ പഠിച്ച് പഠിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ചെറിയ ചെറിയ പോർഷൻസായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എലമെൻസിൻ്റെ പേര് വന്നത് എങ്ങനെയാണ്, ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. എലമെൻസിൻ്റെ പേര് വന്നത് എങ്ങനെയാണ്? എലമെൻസിൻ്റെ പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. അപ്പോൾ ഇംഗ്ലീഷിലുള്ള പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 മുതൽ 30 വരെ ഉള്ളതിൽ അതെടുക്കുക. അതെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് എലമെൻസിൻ്റെ പേരിനകത്ത് സിമ്പൽ വരുന്നതിനകത്ത് രണ്ടാമതായി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ പേരിൻ്റെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉള്ള അക്ഷരത്തിൻ്റെ കൂടെ അതിൻ്റെ രണ്ടാമത്തെ അക്ഷരം സ്മാൾ ലെറ്ററായിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള എലമെൻറ്റ്സ് സിമ്പൽ ഏതൊക്കെയാണെന്ന് നോക്കണം. മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് ഇംഗ്ലീഷിൽ പേരെഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരവും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ, ഉദാഹരണത്തിന് ക്ലോറിൻ അല്ലേ, ക്ലോറിൻ, മാംഗനീസ്, മഗ്നീഷ്യം ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ അക്ഷരമല്ല നമ്മൾ എടുക്കുന്നത്. അവിടെ എടുക്കുന്നത് ഏറ്റവും നമ്മൾ ഉച്ചാരണ ശക്തി കൊടുക്കുന്ന അക്ഷരം ഏതാണ്? Mg, മഗ്നീഷ്യം, ക്ലോറിൻ, CHLO എന്നാണ് ക്ലോറിൻ്റെ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അടുത്തതായി നമുക്കുള്ള ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ലാറ്റിൻ നെയിമിൽ നിന്നുണ്ട്. പൊട്ടാസ്യം എന്ന് പറയുന്നത് കാലിയം എന്നാണ് എഴുതുന്നത് ലാറ്റിനിൽ. അപ്പോൾ കാലിയം ആകുമ്പോൾ K ആയി. സോഡിയം എന്ന് പറഞ്ഞാൽ നാട്രിയം എന്നാണ് എഴുതുന്നത്, Na. ആ കോപ്പറിന് കുപ്രസ് എന്നാണ് എഴുതുന്നത്, കുപ്രസ്. അപ്പം CU എന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ പേരുകൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എങ്ങനെയായാലും 1 മുതൽ 30 വരെയുള്ള എലമെൻസിനെ നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ക്രമത്തിൽ പഠിക്കണം. അത് അറ്റോമിക് നമ്പറിൻ്റെ ക്രമത്തിൽ പഠിച്ചതിന് ശേഷം 21 മുതൽ 30 വരെയുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് വരുന്നതാണ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് എന്ന് പറയുന്ന 21 മുതൽ 30 വരെ. കാര്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d10 എന്ന് അവസാനിക്കുന്നത് സിംഗിളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഈ 1 മുതൽ 30 വരെയുള്ള എലമെൻസിൻ്റെ പേരുകളും അതിൻ്റെ അറ്റോമിക് നമ്പരും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനിയുള്ള അടുത്തൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഗ്രൂപ്പ് വൈസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഗ്രൂപ്പ് വൈസ് നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസിനെ ഒരു ഗ്രൂപ്പിൽ മുഴുവൻ നമ്മളങ്ങ് പഠിക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇത് കുറേ ദിവസം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നങ്ങ് പഠിക്കുക. അങ്ങനെ പഠിച്ചാലുള്ള ഒരു ഗുണം,
ഈ ഗ്രൂപ്പ് വൈസ് നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ ഇടയ്ക്കൊരു 10 പെട്ടിയുണ്ട്. ആ 10 ഗ്രൂപ്പുകളുള്ള ചെറിയൊരു ബോക്സ്, ആ ബോക്സിനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കും. കാര്യം അത് ഡി ബ്ലോക്ക് എന്നറിയപ്പെടുന്നതാണ്. ആദ്യത്തെ 1, 2 എസ് ബ്ലോക്കാണ്. ഈ നടുക്കുള്ള ഡി ബ്ലോക്കിനെ നമുക്ക് ആ രീതിയിൽ അങ്ങ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ട 3D ട്രാൻസിഷൻ സീരീസും 4D ട്രാൻസിഷൻ സീരീസ് അത് രണ്ടുമാണ് പഠിക്കേണ്ടിയുള്ളത്. അത് നമ്മൾ ഡി ബ്ലോക്ക് പഠിക്കുമ്പോഴത്തേക്കും പ്രത്യേകം പഠിക്കാം. ഇനി വലത്തേ അറ്റത്തുള്ള 6 ഉണ്ട്, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളുണ്ട്. അത് പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ BCNO എന്നങ്ങ് പഠിക്കും. BCNO. ദെൻ ഇവിടെ ഫ്ലൂറിനുണ്ട്, അവസാനം എന്തുണ്ട്? ഹീലിയം, നിയോൺ. BCNO എന്നുള്ള പേര് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ BCNO പഠിച്ചാൽ ഇത് കുടുംബങ്ങളാണ്. BCNO എന്ന് പറഞ്ഞാൽ ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻ, നോബൽ ഗ്യാസസ്. ഇതാണ് ഇത് 13, 14, 15, 16, 17, ഇത് 18. ഇതിങ്ങനെ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ബോറോൺ ഫാമിലി, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം നമ്മളങ്ങ് പഠിച്ചു. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. കാർബൺ, സിലിക്കൺ, ജെർമനിയം, ടിൻ, ലെഡ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡോൺ. അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അറ്റോമിക് നമ്പർ താഴോട്ടുള്ളതിൻ്റെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ മാജിക് നമ്പേഴ്സ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ ഈസ് 1. അറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അറ്റോമിക്കിന് 1 ആണെങ്കിൽ ഈ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണേ ഇതാ ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ കൂടെ ഈ 2 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 3 അല്ലേ? ഇനി എന്താണതാ ഇത് 2 കൂടെ കൂട്ടിയാൽ മതി. ഹൈഡ്രജൻ്റെയും ഈ 2ഉം ഇതുകൂടെ കൂട്ടുമ്പോഴത്തേക്കും 3. ഇതാണ് ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. ഇനി സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ ഈ 8ൻ്റെ കൂടെ ഈ 3 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? ഇറ്റ് ഈസ് 11. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 11ഉം ഈ 8ഉം തമ്മിൽ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 19. അടുത്ത ഇനി റുബീഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 19ഉം 18ഉം തമ്മിൽ കൂട്ടണം. 19ഉം 18ഉം 37 അല്ലേ? ഇനി എന്ത് ചെയ്യണം? സീസിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 37ഉം ഈ 18ഉം കൂടെ കൂട്ടണം അല്ലേ? 37ഉം 18ഉം 37ഉം 8ഉം 45ഉം 10ഉം 55. ഇനി എന്ത് വേണം? ഫ്രാൻസിയത്തിൻ്റെ അറ്റോമിക് കണ്ടുപിടിക്കാൻ ഈ 55ൻ്റെ കൂടെ 32 കൂട്ടണം. 57, 30, 87. ഒരു പീരിയോഡിക് ടേബിളിൽ നോക്കാതെ നമുക്ക് അറ്റോമിക് നമ്പറുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഗ്രൂപ്പ് വൈസിൽ നിങ്ങളിത് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇത് എസ് ബ്ലോക്കാണ്, ഇത് പി ബ്ലോക്കാണ്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും ഏത് എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ ചോദിച്ചാലും ഈ മാജിക് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഓർഡറിൽ ഓർത്ത് വെച്ചിരുന്ന് ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് എലമെൻറ്റിൻ്റെ വേണമെങ്കിലും അറ്റോമിക് നമ്പർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ചിലവർ 1 തൊട്ട് 30 വരെയും 100 വരെയുള്ളതൊക്കെ ഇങ്ങനെ നേരിട്ട് അങ്ങ് പറഞ്ഞ് പഠിച്ച് കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം. പക്ഷേ അങ്ങനെ പറ്റാത്തവർക്ക് നമുക്ക് എൻട്രൻസിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗമാണ് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട ഇനോർഗാനിക് പാർട്ടിലെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണമെങ്കിൽ ഇങ്ങനെയുള്ള വഴികളിലൂടെ എലമെൻസിനെ നമ്മൾ അടുത്ത് പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ ഓരോ ബ്ലോക്കുകളും പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നിവ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തിയറി ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ബ്ലോക്കുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അവയുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇപ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന എലമെൻറ്റ്സ്, അതായത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS1 to 2 ആണ്. NS1 എന്ന് പറയുന്നത് ആൽക്കലി മെറ്റലും NS2 എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റലുമാണ്.
അപ്പോൾ NS1 to 2 എന്നാണ് അതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പി ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പി ബ്ലോക്കിൻ്റെ നമ്മൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS2NP1 to 6 എന്നാണ്. NS2NP1 to 6. എസ് ബ്ലോക്ക് NS1 to 2, പി ബ്ലോക്ക് NS2NP1 to 6. അപ്പോൾ NS2NP1 to 6 എന്നാണ് പി ബ്ലോക്കിൻ്റെ വരുന്നത്. ഇനി ഡി ബ്ലോക്കിൻ്റെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് N-1 ഡി ബ്ലോക്ക് N-1 D1 to 10 NS2 എന്നാണ്. ഡി ബ്ലോക്കിൽ മാത്രം ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൽറ്റി തൊട്ടകത്തുള്ള ഡി ഓർബിറ്റലിലാണ്. ഡി ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഡി ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇനി എഫ് ബ്ലോക്കിൻ്റെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N-2 F1 to 14 N-1 D1 to N-2 0 to 1 D0 to 1 then NS2 എന്നാണ്. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എഫിൻ്റെത് N-2 F1 to 14 N-1 D0 to 1 NS2 എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ പോകുന്നത് എലമെൻസിൻ്റെ ചില പ്രോപ്പർട്ടീസിലേക്കാണ്. ഒന്നാമതായി നമ്മൾ പോകുന്നത് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്കാണ്. എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു അറ്റോമിക് റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് മാത്രമായിട്ട് നമ്മൾ എങ്ങനെ അളക്കും? ആറ്റത്തിൻ്റെ റേഡിയസിന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് സെൻറ്റർ ഓഫ് ആറ്റം ദാറ്റ് ഈസ് എ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ആ സെൻറ്റർ ഓഫ് ആറ്റത്തിൽ നിന്ന് ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ദൂരം എന്താണോ അതിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും കോവാലൻ്റ് റേഡിയസ് ഉണ്ട്, അതുപോലെ തന്നെ വാണ്ടർവാൾസ് റേഡിയസ് ഉണ്ട്, അയോണിക് റേഡിയസ് ഉണ്ട്, മെറ്റാലിക് റേഡിയസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ തിയറി നിങ്ങൾ പഠിച്ചാൽ കോവാലൻ്റ് റേഡിയസും വാണ്ടർവാൾസ് റേഡിയസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റങ്ങൾ കോവാലൻ്റ് ബോണ്ടിലൂടെ ബോണ്ടിങ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ബോണ്ടിങ്ങിലുണ്ടായപ്പോൾ അതിന് രണ്ടിൻ്റെയും സെൻറ്റേഴ്സ് ഉണ്ട്. ആ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതി, ഇറ്റ് ഈസ് എ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ടു കോവാലൻ്റ്ലി ബോണ്ടഡ് ആറ്റം. കോവാലൻ്റ്ലി ബോണ്ടഡ് ആറ്റത്തിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതിയാണ് നമ്മൾ എന്താ പറയുന്നത് കോവാലൻ്റ് റേഡിയ എന്ന് പറയുന്നത്. വാണ്ടർവാൾസ് റേഡിയ എന്ന് പറയുമ്പോൾ വാണ്ടർവാൾസ് റേഡിയയ്ക്ക് ബോണ്ടിങ് ഇല്ല. വാണ്ടർവാൾസ് ഫോഴ്സ് ഉണ്ടാകുന്ന എന്നതാണ് ഒരു മോളിക്യൂൾ HCl എന്ന് പറയുന്നൊരു മോളിക്യൂൾ ഉണ്ടാകുന്നത്, ഹൈഡ്രജനും ക്ലോറിനും ചേർന്നുകൊണ്ടൊരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. അത് കണക്ക് ആ HClൻ്റെ അടുത്തൊരു മോളിക്യൂൾ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ HClൻ്റെ രണ്ട് മോളിക്യൂൾ അടുത്തിരിക്കുമ്പോൾ ആ രണ്ട് മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ന്യൂക്ലിയസിന് തമ്മിലുള്ള ദൂരത്തിൻ്റെ പകുതി, അതിനെയാണ് നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് അത് കോമ്പൗണ്ടിലാണ് നമ്മൾ പറയുന്നത്. ഇത് ഹൈഡ്രജൻ, ഇത് Cl, ഇത് Cl ആറ്റം. അപ്പോൾ നോക്കാം, ഇവിടെ ഇത് HCl മോളിക്യൂളാണ്, ഇത് HCl മോളിക്യൂൾ, ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളാണ്, HCl ആണ്. അപ്പോൾ നോക്കാം, ഇവിടെ ഇതൊരു കോവാലൻ്റ്ലി ബോണ്ടഡ്, ഇതൊരു ബോണ്ടഡ്. പക്ഷേ ഇവ തമ്മിൽ എന്തുകൊണ്ട് വാണ്ടർവാൾസ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ പകുതി. ദിസ് ഈസ് വാണ്ടർവാൾസ് റേഡിയസ് ഓഫ് വാണ്ടർവാൾസ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇതാണ് വാണ്ടർവാൾസ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ. അതേസമയം എന്താണ് ഇവിടെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ഇതിൻ്റെ പകുതി. ഇതിനെ വിളിക്കുന്ന പേരാണ് വാണ്ടർവാൾസ് റേഡിയസ് ഓഫ് ക്ലോറിൻ. അപ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് രണ്ട് തൊട്ടടുത്തുള്ള കോമ്പൗണ്ടിലെ ഒരേ ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ പകുതി വിളിക്കുന്ന പേരാണ്
വാണ്ടർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്കുള്ളത് മെറ്റാലിക് റേഡിയസ് ആണ്. മെറ്റാലിക് റേഡിയസ് എന്ന് പറയുമ്പോൾ മെറ്റലിനകത്തുള്ള ആറ്റങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അയോൺസ് തമ്മിലുള്ള അതിനകത്തുള്ള റേഡിയസിനെയാണ് നമ്മൾ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു അഡ്ജസൻറ്റ് മെറ്റൽ അയോൺ. മെറ്റൽ അയോൺസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതിയെ നമ്മൾ മെറ്റാലിക് റേഡിയസ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ഈ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത് കോവാലൻ്റ് റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും. മെറ്റാലിക് റേഡിയസ് ഈസ് ആൾവേസ് ഹയർ ദാൻ കോവാലൻ്റ് റേഡിയസ്. സോ നമ്മൾ മെറ്റാലിക് റേഡിയസ്, കോവാലൻ്റ് റേഡിയസ്, വാണ്ടർ വാൾസ് റേഡിയസ് ഇതെടുത്തു കഴിഞ്ഞാൽ ആർ മെറ്റാലിക് ഈസ് ഗ്രേറ്റർ ദാൻ ആർ വാണ്ടർ വാൾ ഈസ് ഗ്രേറ്റർ ദാൻ ആർ കോവാലൻറ്റ്. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയത് മെറ്റാലിക് റേഡിയസ് ആയിരിക്കും, അതിൽ കുറവ് വാണ്ടർ വാൾസ് റേഡിയസ്, അതിൽ കുറവ് കോവാലൻ്റ് റേഡിയസ് ആയിരിക്കും. അടുത്തത് നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാനുള്ളത് അയോണിക് റേഡിയസ് ആണ്. ഇത് ഈ കോവാലൻ്റ് റേഡിയസ് കണക്ക് തന്നെ അയോണിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം അയോണിക് റേഡിയസ് എന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ഓഫ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ അയോൺ. ആ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലുമായിട്ട് ഒരു അയോണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്. അയോൺ എന്ന് പറഞ്ഞാൽ രണ്ട് തരം അയോണുകളുണ്ട്. ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണുണ്ട്, നെഗറ്റീവ് ചാർജുള്ള അയോണുണ്ട്. അത് കാറ്റയോൺ ആൻഡ് ആനയോൺ. ഒരു കാറ്റയോൺ എന്ന് പറയുമ്പോൾ ഒരു ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ആനയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പല സാധ്യതകളുണ്ട്. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ ഓർബിറ്റ് തന്നെ ഇല്ലാതാവാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് കണക്ക് തന്നെ ഒരു ഇലക്ട്രോൺ പുതുതായിട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ മൂലം ആ ഓർബിറ്റിൻ്റെ വലിപ്പം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ വെച്ചാണ് നമ്മൾ, അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ വെക്കണമെങ്കിൽ അവിടെ നമുക്ക് ഒരു എന്താ പറയുക എഫക്റ്റീവ് ഇസഡ് എഫക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഫാക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ സാധാരണ നമ്മുടെ എന്താണ്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവ് അയണമാണെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടും, നെഗറ്റീവ് അയണമാണെങ്കിൽ ഇലക്ട്രോൺ നേടും. അപ്പം അവിടെ നെറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം, ക്ലോറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 17 അല്ലേ. ആ ക്ലോറിൻ ആറ്റം Cl നെഗറ്റീവായിട്ട് മാറുമ്പോഴോ അതിൻ്റെ ഇസഡ് എഫക്റ്റീവ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയായിട്ട് മാറും, 18 മാറും. അപ്പോൾ ഇസഡ് എഫക്റ്റീവിന് ഈ പറയുന്ന അയോണിക് റേഡിയസുമായിട്ട് ഒരു ബന്ധമുണ്ട്. ദാറ്റ് ഈസ് ആർ അയോണിക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇസഡ് എഫക്റ്റീവ്. എന്ന് പറഞ്ഞാൽ അയോണിക് റേഡിയസ് എഫക്റ്റീവ് അറ്റോമിക് നമ്പറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കൂടുമ്പോൾ അയോണിക് റേഡിയസ് കുറയും, എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കുറയുമ്പോൾ അയോണിക് റേഡിയസ് കൂടും എന്നാണ്. ഈ ഒരു സാധനം നമ്മൾ ഓർത്തിരുന്നോണം. ഇത് പലപ്പോഴും നമുക്ക് ഉപയോഗം വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് പഠിക്കാം. വേരിയേഷൻ ഓഫ് അയോണിക് റേഡിയസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ അവിടെ അറ്റോമിക് നമ്പർ കൂടി വരികയാണ്. ശരിയല്ല, അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, പക്ഷേ അവിടെ ഓർബിറ്റിൻ്റെ എണ്ണം കൂടുന്നില്ല. ഒരേ ഓർബിറ്റിൽ തന്നെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്താണ്, നെറ്റ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു, എന്ന് പറഞ്ഞാൽ റേഡിയസ് കുറയുന്നു. അതേസമയം മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് അവിടെ അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവിടെ ഓർബിറ്റിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. നമ്പർ ഓഫ് ഓർബിറ്റ്സ് കൂടുന്നുണ്ട്, വെളിയിലേക്ക് ഓർബിറ്റ് കൂടുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നെങ്കിലും ഓർബിറ്റ് കൂടുന്നത് കൊണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, റേഡിയസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളൊരു പ്രധാന കാരണം, ദ സ്മാളസ്റ്റ് ആറ്റം ഇൻ ദ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. അതെവിടെ ഇരിക്കുന്നത്? 7ാമത്തെ അല്ലെങ്കിൽ 17ാമത്തെ ഗ്രൂപ്പിലാണ് ഫ്ലൂറിൻ ഇരിക്കുന്നത്, പീരിയോഡിക് ടേബിളിൻ്റെ വലത്തെ അറ്റത്തേക്ക്. ഏറ്റവും ഹയസ്റ്റ് ലാർജസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് 1ാമത്തെ ഗ്രൂപ്പിൽ താഴെയുള്ള
ഏതാണ്? CCM, ഫ്രാൻസിയമാണ്. ഫ്രാൻസിയം നമ്മൾ എടുക്കാറില്ല, കാരണം ഫ്രാൻസിയം ഒരു എന്താണ് പറയുന്നത്, റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ CCM പറയും. ഫ്രാൻസിയമാണ് യഥാർത്ഥത്തിൽ വലുത്. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് CCM ആണ് ഏറ്റവും വലുതെന്ന് നമ്മൾ പറയും നിലവിലുള്ളതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ഓഫ് അറ്റോമിക് സൈസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത ഒരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അയണൈസേഷൻ എനർജി എന്ന് പറയും. അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അയോൺ ഉണ്ടാക്കണം. അയോൺ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടുന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് വിടണം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് ആഡ് ചെയ്യണം. ഇലക്ട്രോണിനെ പുറത്തേക്ക് വിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ളതിനെയാണ് നമ്മൾ സാധാരണ അയണൈസേഷൻ എൻതാൽപ്പി പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഏറ്റവും ലൂസ്ലി ബൗണ്ടായ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജി എത്രയാണോ അതിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി ഓർ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സാധ്യതയുണ്ട്. നമുക്കൊരു ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ മാറ്റാം. ഒരു ഇലക്ട്രോണിനെ മാറ്റിക്കഴിയുമ്പോൾ അത് എന്താവും? പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. ആ പോസിറ്റീവ് ചാർജുള്ള അയോണിനകത്തു നിന്ന് പിന്നെയും ഇലക്ട്രോണിനെ നമുക്ക് മാറ്റാം. അപ്പോൾ അത് 2 പോസിറ്റീവ് ചാർജുള്ള അയണാവും. അപ്പോൾ ആദ്യത്തേനെ നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കും. രണ്ടാമത്തേനെ നമ്മൾ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ എനർജി എന്ന് പറയും. ഇങ്ങനെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഉണ്ട്, സെക്കൻഡ് അയണൈസേഷൻ എനർജി ഉണ്ട്, തേർഡ് അയണൈസേഷൻ എനർജി ഉണ്ട്. ഇനി അയണൈസേഷൻ എനർജി ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയൊക്കെയാണ് അയണൈസേഷൻ എനർജി കൂടുതൽ, എവിടെയൊക്കെയാണ് കുറവ്? അത് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എക്സാമ്പിൾ എടുത്തങ്ങ് പറയാം. ഒരു നമുക്ക് ആൽക്കലി മെറ്റൽസിൽ എടുത്ത് നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്നത് NS1 എന്നുള്ള കോൺഫിഗറേഷനാണ്, S1 കോൺഫിഗറേഷനാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഇരിപ്പുണ്ട് അല്ലേ, 1s2 2s2 2p6 3s1 എന്നിരിപ്പുണ്ട്. ആ ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ സോഡിയത്തിന് പറ്റും. പക്ഷേ സോഡിയത്തിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും കൂടുതലായിരിക്കും. കാരണം അവിടെ 1s2 2s2 2p6 എന്ന് പറയുന്ന ഫുള്ളി ഫിൽഡ് p ഓർബിറ്റിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ വരേണ്ടത്. സോഡിയത്തിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ കൂടുതലാണ്. കാര്യം അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫുള്ളി ഫിൽഡ് ഓർബിറ്റലും ഹാഫ് ഫിൽഡ് ഓർബിറ്റലും ഹൈലി സ്റ്റേബിൾ ആണ്. ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽ ആൻഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ആർ ഹൈലി സ്റ്റേബിൾ. എന്ന് പറഞ്ഞാൽ S2 S1 P6 P3 D5 D10 D5 F7 F14 F7. ഇവിടെയൊക്കെ ഇത് ഫുള്ളി ഫിൽഡ് ഹാഫ് ഫിൽഡ് ഇങ്ങനെ വരുന്ന കേസിൽ ഇത് രണ്ടും സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇത് നമ്മൾ പല അവസരങ്ങളിലും ഈ പറയുന്ന കാര്യം നമ്മൾ ഉപയോഗിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താറുണ്ട്. ഇനി അയണൈസേഷൻ എനർജിയെ സ്വാധീനിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അയണൈസേഷൻ നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ അതൊക്കെ പലപ്പോഴായിട്ട് ചോദ്യരൂപേണ വരും. അയണൈസേഷൻ എനർജിയെ സ്വാധീനിക്കുന്നത് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടും. അതിന് ന്യൂക്ലിയസ് കൂടുതലായിട്ട് ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് അതിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അതുകൊണ്ട് കൂടുതൽ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അയണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അടുത്ത പറഞ്ഞുകൊണ്ട് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്രീനിങ് എഫക്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്രീനിങ് എഫക്റ്റ്? സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ന്യൂക്ലിയസ് നടുക്കിരിക്കുന്നു, ഇതിന് ചുറ്റും ഓർബിറ്റുകളുണ്ട്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഓർബിറ്റ് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ 2 4 6 8 ഇത് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണിലേക്ക് ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ വരത്തില്ല. ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനെ ഈ ഇന്നർ ഓർബിറ്റിൽ അങ്ങ് സ്ക്രീൻ ചെയ്യും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്ക്രീനിങ് എഫക്റ്റ്. ഇപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലാണെങ്കിൽ ഈ പുറത്തുള്ള ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അയണൈസേഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും, അയണൈസേഷൻ എനർജി കുറവായിരിക്കും.
സ്ക്രീനിങ് എഫക്റ്റ് കുറവാണെങ്കിൽ ഇവിടെ അട്രാക്ഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്കുള്ളത് അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് സൈസ്. സോ അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി കുറയും എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അയണൈസേഷൻ എനർജി കുറഞ്ഞു വരികയാണ്. അതേസമയം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരിക. നമ്മുടെ ഫ്ലൂറിൻ്റെ കാര്യം ഓർത്താൽ മതി. ഫ്ലൂറിനാണ് ദ സ്മാളസ്റ്റ് ആറ്റം എന്ന് പറയുന്നത്. ഫ്ലൂറിനായിട്ട് വരുമ്പോഴത്തേക്കും അയണൈസേഷൻ എനർജി വളരെ കൂടുതലായിരിക്കും. ഫ്ലൂറിനകത്തു നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജി വളരെ കൂടുതലായിരിക്കും. ഇത്രയാണ് അയണൈസേഷൻ എനർജിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റിയാണ്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യും. എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when an extra electron is added to the outermost shell of an isolated gaseous atom. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ഇലക്ട്രോണിനെ അങ്ങോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എനർജി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എനർജി എത്രത്തോളം പുറത്തേക്ക് വിടുന്നോ അത്രത്തോളം ആ പറയുന്ന അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന അയോൺ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കണം, ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന അയോൺ നെഗറ്റീവ് അയോൺ ആയിരിക്കും. ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂ ലാർജ് പോസിറ്റീവ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോൺ ആയിരിക്കും. അത് സ്റ്റേബിൾ ആയിരിക്കും. കാര്യം എന്താ, ഒരുപാട് എനർജി പുറത്തേക്ക് വന്നു, അത് സ്റ്റെബിലിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ. അപ്പം ഇലക്ട്രോൺ അഫിനിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്രീനിങ് എഫക്റ്റ്. അത് തന്നെയാണ് പറഞ്ഞത്. ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്രീനിങ് എഫക്റ്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടിവിറ്റി ഓഫ് നോൺ മെറ്റൽസ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓക്സിഡൈസിങ് പവർ ഓഫ് എലമെൻറ്റ്സ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എഴുതുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. നമ്മളറിയാം ഫ്ലൂറിൻ ഈസ് ബീയിങ് ദ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ്. ദ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. എന്താണ് അതിൻ്റെ കാരണം എന്ന് നോക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലൂറിന് അതിൻ്റെ അറ്റോമിക് സൈസ് വളരെ ചെറുതാണ്. അതുകൂടാതെ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവിടെ പി ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അതേസമയം ക്ലോറിൻ ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് സൈസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവ് ഫ്ലൂറിനേക്കാൾ കൂടുതലാണ് ക്ലോറിന്. ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. 7 ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ 8ാമതൊരു ഇലക്ട്രോണിനെയാണ് അതങ്ങോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും ഫ്ലൂറിൻ്റെ കേസിൽ. അതേസമയം ക്ലോറിൻ്റെ കേസിൽ അത് ഓർബിറ്റൽ വലുതായതുകൊണ്ട് അവിടെ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഫ്ലൂറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പറയുന്നു ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ, ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് കാർബൺ ഈസ് ലെസ് ദാൻ സിലിക്കൺ. അവിടെയാണ് കാർബൺ ഈസ് ലെസ് ദാൻ സിലിക്കൺ. ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നൈട്രജൻ ഈസ് ലെസ് ദാൻ ഫോസ്ഫറസ്, ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ സൾഫർ. ആ BCNO എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ഇവിടെ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ വരുന്ന ഒന്നാമത്തെ മെമ്പർമാർക്കെല്ലാം ഇതേ കണക്ക് എക്സെപ്ഷണൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പി ബ്ലോക്ക് പഠിക്കുമ്പോൾ പ്രത്യേകം പഠിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ഷോൺ ബൈ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവലൻ്റ് ബോണ്ട്. കോവലൻ്റ് ബോണ്ടിലൂടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് കാണിക്കുന്നതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF. ഇങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഹൈഡ്രജൻ്റെയും ഒരെണ്ണം ഫ്ലൂറിൻ്റെയാണ്.
ഇങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് പിടിച്ചു നിർത്താൻ ഒരു എലമെൻറ്റിനുള്ള കഴിവ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇതാ ഈ ഇലക്ട്രോൺ പെയറിനെ ഫ്ലൂറിനടുത്തേക്ക് പിടിച്ചു നിർത്താനുള്ള കഴിവ് ഫ്ലൂറിന് കൂടുതലാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ എലമെൻറ്റ് ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ് ഇൻ എ കോവാലൻ്റ്ലി ബോണ്ടഡ് മോളിക്യൂൾ. ഒരു കോവാലൻ്റ്ലി ബോണ്ടഡ് മോളിക്യൂളിൽ അവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് പിടിച്ചു നിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ആർക്കാണോ അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. ഇതിന് നമ്മൾ പോളിംഗ് സ്കെയിലിലാണ് അളക്കുന്നത്. പോളിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ലിനസ് പോളിങ്ങിൻ്റെ പേര് കൊടുത്തതേ ഉള്ളൂ. ഇതിനകത്തൊരു നമ്പർ മാത്രമാണ്. ദ ഹയസ്റ്റ് നമ്പർ ഈസ് 4. ഇത് ഹയസ്റ്റ് നമ്പർ 4 ആണ്. അടുത്ത നമ്പർ 3.5 ആണ്. ദാറ്റ് ഈസ് ഫോർ ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടുത്ത ഈ നമ്പർ ഇത് 4, 3.5, 3 ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിട്ട് വരുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ നമ്മൾ പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ടതാണ്. ഇതിൽ കുറച്ച് ആൾക്കാരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. കാര്യം ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചോദിക്കും. അടുത്തത് നമ്മൾ പോകുന്നത് മെറ്റാലിക് ക്യാരക്ടറാണ്. മെറ്റാലിക് ക്യാരക്ടർ നമുക്കറിയാം. എന്താണ് മെറ്റാലിക് ക്യാരക്ടർ? ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയും. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പം ഒരു ആറ്റത്തിന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറാനുള്ള കഴിവിനെയാണ് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ മെറ്റാലിക് ക്യാരക്ടർ വളരെ കൂടുതലാണ്. അപ്പം മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും. കാര്യം അവിടെ നോൺ മെറ്റൽസ് ആണ്. അതേസമയം ടോപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. കാരണം അവിടെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ന്യൂക്ലിയർ അട്രാക്ഷൻ കുറവായിരിക്കും. അങ്ങനെ കുറവായതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന് പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റും. അത് പോസിറ്റീവ് ചാർജുള്ള അയണായിട്ട് മാറും. മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇനി നമ്മൾ എലമെൻസിനെ സംബന്ധിച്ച് സാധാരണയായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു റെഗുലർ ട്രെൻഡ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിനകത്ത് അങ്ങനെ ഒരു റെഗുലർ ട്രെൻഡ് ഇല്ല. അല്ലെങ്കിൽ ഒരു ഇനർട്ട് ഗ്യാസസിന് ഒരു ലോവർ മെൽറ്റിംഗ് പോയിൻ്റ് ആണുള്ളത്. ഏറ്റവും ഇനർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അലസവാതകങ്ങൾ, ഏറ്റവും അവസാനത്തുള്ള ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡൺ എന്നുള്ളത് ഒരു ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റാണ്, ബോയിലിംഗ് പോയിൻ്റാണ്. അതുപോലെ തന്നെ സീസിയം, ഗാലിയം ആൻഡ് മെർക്കുറി എന്ന് പറയുന്നത്, സീസിയം, ഗാലിയം ആൻഡ് മെർക്കുറി ഇത് മൂന്നും ലിക്വിഡായിട്ടാണ്, ലിക്വിഡ് മെറ്റലാണ് റൂം ടെമ്പറേച്ചറിൽ. സീസിയം, ഗാലിയം ആൻഡ് മെർക്കുറി ഇത് ലിക്വിഡ് മെറ്റലായിട്ടാണ് കാണപ്പെടുന്നത്. ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ക്ലോറിനാണുള്ളത്. ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. ദെൻ ഹയസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ഹീലിയത്തിനാണ്. ലോവസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് സീസിയത്തിനാണ്. ഹയസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് ഓസ്മിയമാണ്. ഓസ്മിയത്തിനാണ് ഹയസ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ലോവസ്റ്റ് ഡെൻസിറ്റി ഉള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ലോവസ്റ്റ് ഡെൻസിറ്റി എമംഗ് മെറ്റൽസിനകത്ത് ഏറ്റവും കുറച്ച് കാഠിന്യം ഡെൻസിറ്റി ഉള്ളത് ലിഥിയത്തിനാണ്. ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് ഹീലിയത്തിനാണ്. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എമംഗ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് കാർബൺ ആണ്. നോൺ മെറ്റൽസിൻ്റെ കേസിൽ കാർബൺ ഇൻ ദ ഫോം ഓഫ് ഡയമണ്ടിൻ്റെ ഫോമിലുള്ള കാർബൺ ആണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത്. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എമംഗ് മെറ്റൽസിൻ്റെ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ടങ്സ്റ്റൺ ആണ്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നമുക്ക് പലപ്പോഴും ചോദ്യ രൂപേണ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ട്രെൻഡും കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള പ്രധാന ഭാഗങ്ങൾ, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള പ്രധാന ഭാഗങ്ങൾ നമ്മൾ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇനി 1-2 ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ആപ്പിനകത്തുള്ള 1-2 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എത്രയും വേഗം ചെയ്യേണ്ടത്, ഈ ക്ലാസ്സുകൾ ഒരു പൂർണ്ണമായ ക്ലാസ്സുകളല്ല. കാര്യം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. ഈ ക്ലാസ് കൂടാതെ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആദ്യമേ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോപ്പ് ക്ലാസ്സസിൻ്റെ ഓൺലൈൻ ലേണിംഗ് ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ തന്നെ www.topclasses.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ പറ്റും. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം, പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പരും നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയും. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ ചെയ്യാൻ പറ്റും. പ്രത്യേകം ഓർക്കുക, എൻട്രൻസിൻ്റെ നീറ്റിൻ്റെയും JEEയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്, എത്രത്തോളം ചോദ്യങ്ങൾ പരിശീലിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നമുക്ക് 2
1000-ഓളം ചോദ്യങ്ങളാണ് ഈ ആപ്പിനകത്തുള്ളത്. അതിൽ കൂടുതലും ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൂടാതെ ഞങ്ങൾ ഫാക്കൽറ്റീസ് പ്രത്യേകമായി ഈ ക്ലാസ്സിന് ശേഷം ഇതിനകത്ത് 45 ചോദ്യങ്ങളടങ്ങുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമേ നിങ്ങൾക്കത് അതിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അത് ആ ടെസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് 10 മിനിറ്റുള്ള ഓരോ റിഹേഴ്സൽ ടെസ്റ്റുകൾ, ഒട്ടനവധി റിഹേഴ്സൽ ടെസ്റ്റുകൾ അതിനകത്തോട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം, അതിൻ്റെ സൊല്യൂഷൻ അറിയാം. അതുകൂടാതെ നിങ്ങൾ ഇവിടെ ഈ ബോർഡിൽ എഴുതുന്നതോ അല്ലെങ്കിൽ ഇവിടെ പറയുന്നതോ കാര്യങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ നോട്ടുകളെല്ലാം തന്നെ ഇവിടെ പ്രതിപാദിക്കുന്ന എല്ലാ നോട്ടുകളും അതിൻ്റെ ഫോർമുലയും എല്ലാ കാര്യങ്ങളും ആപ്പിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും അത് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് 1-2 ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ആപ്പിനകത്തുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് കുറച്ച് അയോൺസ് തന്നിട്ടുണ്ട്. C4 നെഗറ്റീവ്, N3 നെഗറ്റീവ്, O2 നെഗറ്റീവ്, F നെഗറ്റീവ്. ചോദ്യം ഇതാണ്: ദ കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് അയോണിക് റേഡിയസ് ഈസ്. ഇതിൻ്റെ അയോണിക് റേഡിയസിൻ്റെ ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയോണിക് റേഡിയസ് ആർക്കായിരിക്കും, ഏറ്റവും കുറവ് ആർക്കായിരിക്കും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും, ഏറ്റവും കുറവ്. അപ്പോൾ കൂടുതലുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് അയോണിക് റേഡിയസ് ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇവിടെ ആരുടെക്കാണോ ചാർജ് കൂടുതൽ, അല്ലേ, ഹയർ ദ നെഗറ്റീവ് ചാർജ് ലാർജർ ദ സൈസ് ഓഫ് അയോൺ. നെഗറ്റീവ് ചാർജ് കൂടുതൽ ആർക്കാണോ അവർക്കായിരിക്കും അയോണിക് സൈസ് കൂടുതലുള്ളത്. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. നെഗറ്റീവ് ചാർജ് വരണമെങ്കിൽ എക്സ്ട്രാ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടണം. എക്സ്ട്രാ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ സാധാരണയായി സംഭവിക്കുന്നത് ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാകും. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാകുമ്പോൾ എന്താകും? സൈസ് വലുതാവും. സോ ദ ഓർഡർ ഈസ് C4 ഈസ് ഗ്രേറ്റർ ദാൻ, N3 നെഗറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ, O2 നെഗറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ, F നെഗറ്റീവ്. ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇതേ കണക്കുള്ള ചോദ്യമായിരിക്കും ആപ്പിൽ പ്രധാനമായിട്ടും ഉള്ളത്. അടുത്തത്, നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഷോർട്ട് പീരീഡുകളുമുണ്ട്, ലോങ് പീരീഡുകളുമുണ്ട്. ഷോർട്ട് പീരീഡുകൾ ഏതൊക്കെയാണ്, ലോങ് പീരീഡുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ലോങ് പീരീഡ് കണ്ടെയ്ൻസ് ഹൗ മെനി എലമെൻറ്റ്സ്? ഫസ്റ്റ് ലോങ് പീരീഡ് കണ്ടെയ്ൻസ് ഹൗ മെനി എലമെൻറ്റ്സ്? അപ്പം ഷോർട്ട് പീരീഡുകൾ നമുക്ക് ആദ്യം ഉള്ള 2, 8, 8 ഈ 3 പീരീഡുകളെയാണ് നമ്മൾ ഷോർട്ട് പീരീഡുകൾ എന്ന് പറയുന്നത്. ലോങ് പീരീഡുകൾ ഏതാണ് നമുക്കുള്ളത്? 18, 18, 32, 32, അല്ലേ? ഇതിനെയാണ് ലോങ് പീരീഡ്സ്. ഇത് ഷോർട്ട് പീരീഡ്, ഇത് ലോങ് പീരീഡ്. അപ്പോൾ ഫസ്റ്റ് ലോങ് പീരീഡ് കണ്ടെയ്ൻസ് ഹൗ മെനി എലമെൻറ്റ്സ്? 18 എലമെൻറ്റ്സ്. ഫസ്റ്റ് ലോങ് പീരീഡ് കണ്ടെയ്ൻസ് 18 എലമെൻറ്റ്സ്. നമുക്ക് ആൻസർ അവിടെ കിട്ടി. അപ്പം ഷോർട്ട് പീരീഡുകളും ലോങ് പീരീഡുകളും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇത് അയണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ കാര്യമാണ് പറയുന്നത്. അയണൈസേഷൻ എനർജി, എ സഡൻ ലാർജ് ജംപ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് അയണൈസേഷൻ എനർജീസ് ഓഫ് ആൻ എലമെൻറ്റ് വുഡ് ബി അസോസിയേറ്റ് വിത്ത് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുതലാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് തെടുപ്പ് ഉദാഹരണത്തിന് നമുക്ക് ഫസ്റ്റ് അയണൈസേഷൻ എനർജി 100 ജൂൾ ആണെന്നിരിക്കുക. സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 500 ജൂൾ. തേർഡ് അയണൈസേഷൻ എനർജി 1500 ജൂൾ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നോക്കാം, ഇവിടെ ഒരു സഡൻ ജമ്പാണ്. 100ൽ നിന്ന് 5 ഇരട്ടിയായി, അതിൽ നിന്ന് എത്രയാണ്? 1500 ആയി, അല്ലേ? അപ്പോൾ അല്ലെ 1500 അല്ലെ 2500 എന്നൊക്കെ, 2500 ജൂൾ. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് അയണൈസേഷൻ എനർജി വളരെയധികം കൂടി. അങ്ങനെ കൂടുമ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കണം. അതിനകത്ത് നോക്കിയിട്ട് ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഏതാണോ അവിടെ ആയിരിക്കും സെക്കൻഡ് ആൻഡ് തേർഡിൻ്റെ. അതായത് എ സഡൻ ലാർജ് ജംപ് ഇൻ ദ വാല്യൂ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് അയണൈസേഷൻ എനർജി ഓഫ് ആൻ എലമെൻറ്റ് വുഡ് ബി അസോസിയേറ്റ് വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് 1s2, 2s2, 2p6, 3s2. ഇവിടെ നോക്കേ, ഇവിടെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ഒരു 3s ഒരു ഇലക്ട്രോൺ പോവും, അല്ലേ? രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഇത് 3s1 ആവും. അപ്പോൾ ഇവിടെ ഹാഫ് ഫിൽഡിൽ നിന്നാണ് ഒരെണ്ണം പോകേണ്ടത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും.
ഇനി അടുത്ത ഇത് രണ്ടാമത്തെ, ഇനി മൂന്നാമത്തെ പോകേണ്ടത് ഫുള്ളി ഫിൽഡ് പി ഓർബിറ്റിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ പോകേണ്ടത്. അതുകൊണ്ട് വളരെ കൂടുതൽ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ തേർഡ് അയണൈസേഷൻ എനർജി ആ ഇലക്ട്രോണിനെ നമുക്ക് അവിടുന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് വിടിയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആൻസർ അങ്ങനെ വന്നത്. നിങ്ങൾ ആപ്പിൽ നോക്കിയാൽ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഈ ഉത്തരമാണ് എന്നാണ്. അടുത്തത് നമുക്ക് ട്രാൻസിഷൻ എലമെൻസിൻ്റെ അയോൺസ്. അത് നമ്മൾ ട്രാൻസിഷൻ കോമ്പൗണ്ട് പഠിക്കും. പക്ഷേ എന്നാൽ ഇവിടെ കുറച്ച് ഒരു ചോദ്യം വരുന്നത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ അയോൺസ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ് ചോദിക്കും. തന്നിരിക്കുന്നതിൽ കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന എലമെൻറ്റ്സ് അതിൻ്റെ സെറ്റ് ഓഫ് അയോൺസ് ഏതൊക്കെയാണ്? അപ്പോൾ പ്രധാനമായിട്ടും കുറേ അയോൺസ് ചോദിക്കും. ഇപ്പോൾ സോഡിയം അയോണ്, Na പോസിറ്റീവ്, Ca2 പോസിറ്റീവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയോൺസ് ചോദിക്കും. അതിനകത്ത് നമുക്ക് ട്രാൻസിഷൻ എലമെൻറ്റ്സ് അയോൺസ് എന്ന് പറഞ്ഞാൽ Cu2 പോസിറ്റീവ്, Fe2 പോസിറ്റീവ്, CO2 പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ സബ്ഷെൽ ലെവൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അൺപെയ്ഡ് ഡി ഇലക്ട്രോൺ. എങ്ങനെയാണ് അൺപെയ്ഡ് ഡി ഇലക്ട്രോൺ? ഇപ്പോൾ കോപ്പറിൻ്റെ കേസ് എടുക്കാം. കോപ്പറിൻ്റെത് ആർഗൺ കഴിഞ്ഞിട്ട് 3D9 ആണ്. 3D9 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3D ഓർബിറ്റിൽ നമ്മൾ 2, 4, 6, 8, 9 ഒരു ഇലക്ട്രോൺ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് കോപ്പർ 2 പോസിറ്റീവ് കളേർഡ് ആയിരിക്കും ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട്. ഇനി Fe2 പോസിറ്റീവിൻ്റെ കേസാണെങ്കിൽ ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ട് 3D6 ആണ്. അപ്പോൾ 3D6 വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 3, 4, 5, 6. ഓക്കെ, 1, 2, 3, 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇവിടെ ഏതിനകത്തുണ്ട്? അയണിനകത്തുണ്ട്. ഇനി കൊബാൾട്ടിൻ്റെ കേസിലും അതേ കണക്ക് നമുക്ക് വരുന്നത് Ar3D7 ആണ്. 3D7 വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഇവിടെ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ഈ ട്രാൻസിഷൻ മെറ്റൽ അയോൺസിന് കളേഴ്സ് ഉണ്ടാകുന്നത്. അപ്പം കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത് തന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ട് ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ആർക്കാണോ ഉള്ളത് അതിനായിരിക്കും കളർ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ അയോൺസ് ഉള്ളതെന്ന് പറയാം. അടുത്തത് നമ്മൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മളിനി പഠിക്കാൻ പോകുന്നൊരു ചാപ്റ്ററിലെയാണത്. എന്നാലും ഓർത്തിരിക്കുക, നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിളാണെങ്കിലും നമ്മൾ അടുത്ത ബോണ്ടിങ്ങിനകത്തെ ഒരു ക്വസ്റ്റ്യനും ഇവിടെ ചോദിക്കാൻ എപ്പോഴും സാധ്യത, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ബോണ്ടിങ്ങിനകത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കോവാലൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നതാണ്, അതിൻ്റെ ഫേവറബിൾ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റൂളുണ്ട് നമുക്കവിടെ. അതെന്ന് പറഞ്ഞാൽ ഫജൻസ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ അവിടെ ഉണ്ട്. ഫജൻസ് റൂൾ അവിടെ നമ്മൾ 3 കണ്ടീഷൻസ് പിടിക്കും. ലാർജർ ദ ആനയോൺ, സ്മാളർ ദ കാറ്റയോൺ, ഗ്രേറ്റർ ദ ചാർജ് ഓൺ കാറ്റയോൺ. ഈ 3 കാര്യങ്ങൾ, ലാർജർ ആനയോണും സ്മാളർ കാറ്റയോണും ഗ്രേറ്റർ ദ ചാർജ് ഓൺ കാറ്റയോണും ഉണ്ടെങ്കിൽ, കാറ്റയോണിൻ്റെ ചാർജ് കൂടുതലുമാണെങ്കിൽ നമുക്ക് ഈ കോമ്പൗണ്ടിന് അങ്ങനെയുള്ള കോമ്പൗണ്ട് എന്തായിരിക്കും? കോവാലൻ ക്യാരക്ടറെ കാണിക്കൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഇതിനെ ഫജൻസ് റൂൾ എന്നാണ് വിളിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ ചേർന്നുള്ള ചോദ്യങ്ങൾ വരാം. അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ വരാൻ പറ്റും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ആപ്പിൽ കിട്ടും. അടുത്തത് നമുക്ക് ബോണ്ട് ആംഗിളിൻ്റെ ചോദ്യവും ഇതേ കണക്ക് നമ്മൾ ബോണ്ട് ആംഗിൾ പഠിക്കുന്നത് ബോണ്ടിങ്ങിൻ്റെ ചാപ്റ്ററാണ്. പക്ഷേ ചോദ്യങ്ങൾ ഇവിടെയും വരാം, ബോണ്ട് ആംഗിളിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് വരാം. അവിടെ ബോണ്ട് ആംഗിൾ ഇതിന് കോമ്പൗണ്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉള്ളതാണ്. ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ ബോണ്ട് ആംഗിൾ ഇൻ H2S NH3 BF3 SiH4. H2S NH3 BF3 SiH4 ഇതിൽ ബോണ്ട് ആംഗിൾ ഏതൊക്കെയാണ് ചോദ്യം. അതാണ് H2S NH3 BF3 SiH4. ഇതിൽ അതിൻ്റെ ബോണ്ട് ആംഗിൾ ഓർഡർ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ ബോണ്ട് ആംഗിൾ, ഓരോന്നിൻ്റെയും ബോണ്ട് ആംഗിൾ നമ്മൾ പരമാവധി അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ BF3യുടെ ബോണ്ട് ആംഗിൾ നോക്കിയാൽ BF3 ഇങ്ങനെ ആയിരിക്കുന്നത്. സോ
ഇത് എഫ്, ഇത് എഫ്, ഇത് എഫ്, ഇത് 120 ഡിഗ്രി ആയിരിക്കും BF3യുടെ ബോണ്ടങ്ങൾ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഇവിടെ വരുന്നത് BF3 ആണ്. ദെൻ നമുക്കറിയാം NH3യുടെ ബോണ്ടാങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. NH3 അമോണിയയുടെ ബോണ്ടാങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് 107 ഡിഗ്രി. ആൻഡ് നമുക്ക് SiH4 സിലിക്കൺ ഹൈഡ്രൈഡിൻ്റെ ബോണ്ട് ആംഗിൾ അത് നമുക്കറിയാം കാർബണിൻ്റെയൊക്കെ മീതേൻ്റെയൊക്കെ പഠിക്കുന്ന 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ. ദെൻ H2Sൻ്റെ ബോണ്ട് ആംഗിൾ നമുക്ക് 92.6 ഡിഗ്രിയാണ്. അപ്പം ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ H2S ആണ് ആദ്യം ഏറ്റവും കുറവ് H2S, ദെൻ NH3, ദെൻ SiH4, ദെൻ BF3. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വളരെ കുറച്ച് ചോദ്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. സമയം കുറവായതുകൊണ്ടാണ് ചോദ്യങ്ങൾ കുറച്ച് ചെയ്യുന്നത്. 2 ലക്ഷത്തോളം ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ആ ആപ്പിലൂടെ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പരിശീലിക്കാൻ കഴിയും. അങ്ങനെ പരിശീലിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. 9400006161 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാൻ പറ്റും, സംശയങ്ങൾ അയക്കാൻ പറ്റും. അത് അന്നേരം തന്നെ നിങ്ങൾക്ക് പരിഹരിച്ച് തരുന്നതാണ്. പിന്നെ ഈ ക്ലാസ്സുകൾ ഇവിടെ ജീവൻ TV-യിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു സഹായ ക്ലാസ്സുകൾ മാത്രമാണ്. ഇത് പൂർണ്ണമായിട്ടും നമുക്കൊരു നമ്മൾ സാധാരണ എടുക്കുന്ന എൻട്രൻസ് ക്ലാസ് പോലെ നമുക്കിവിടെ എടുക്കാൻ സാധിക്കത്തില്ല. കാര്യം സമയക്കുറവ് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നിർത്തുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകും. പല ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി എഴുതിയെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ആപ്പിനകത്ത് ഈ ഫോർമുലയും ഈ പറയുന്ന കാര്യങ്ങളും ഇക്വേഷൻസും അതിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ രജിസ്ട്രേഷൻ www.topclasses.in എന്ന വെബ്സൈറ്റിൽ പോയി പൂർത്തീകരിക്കുക. സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിലേക്ക് അയയ്ക്കുക. ഇനിയും എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ജീവൻ TV-യിൽ ഇതിൻ്റെ സംപ്രേഷണം നടക്കുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.